ഓ അല്ല രാധ ചേച്ചി, മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ എഴുത്തും കുത്തും തീർന്നില്ലേ? ഇത് എപ്പോ തുടങ്ങി എഴുത്തും കുത്തുവാ? ഓ, എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും നഷ്ടമാ. നഷ്ടക്കച്ചേരി ആയിപ്പോയി. ഓ, അവിടെ ഇരുന്നോ? അകത്തോട്ട് കേറി ഇരിക്കായിരുന്നു. ഓ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താ നഷ്ടമാന്ന് പറഞ്ഞേ? ഉം ആ രാജന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ മാസം കഴിഞ്ഞില്ലേ? ഞാൻ അവന് കൊണ്ടുപോയിട്ട് 1000 രൂപ കവറിലിട്ട് തികച്ചു കൊടുത്തതാ. എന്റെ മോന്റെ കല്യാണത്തിന് വന്നിട്ട് അവൻ നേരെ പകുതി 500 രൂപ തന്നേക്കുന്നു. കൊള്ളാമോ ഇത്? ഉം. അങ്ങനെ കൊടുത്തത് വെച്ച് നോക്കുമ്പോ കിട്ടിയത് നേരെ പകുതി. അത് പറഞ്ഞോണ്ടേച്ചാ മതി. ഉം പിന്നെ ബന്ധുക്കളുടെ സ്വന്തക്കാരുടെയും കാര്യം പറയണ്ടല്ലോ. മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞ് ബിരിയാണിക്കും കുറ്റം പറഞ്ഞ് ബിരിയാണിയുടെ ചോറ് വെന്തു പോയെന്ന് എനിക്കൊന്നും തോന്നില്ല വെന്തു പോയതായിട്ട്. പിന്നെ ചിക്കൻ ഭയങ്കര മുറ്റാണ്. അങ്ങനെ കുറ്റവും പറഞ്ഞ് കയ്യും കഴുകി പോയി കുറെ എണ്ണം അതങ്ങനെ. ഉം എന്റെ പൊന്നി ചേച്ചി, ഒരു കല്യാണമോ വീട്ടിലെന്തെങ്കിലും ഒരു പരിപാടിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പഴികൾ നമ്മൾ എന്തായാലും കേൾക്കേണ്ടി വരും. ഏ നമ്മൾ എത്ര നല്ല ഭക്ഷണം കൊടുത്താലും എത്ര നന്നായിട്ട് സൽക്കരിച്ചാലും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും കേൾക്കേണ്ടി വരും. അതിലും നല്ലത് ഒരു പരിപാടിക്കും ആരെയും വിളിക്കാതെ വല്ല അനാഥാലയത്തിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന. പുണ്യം കിട്ടും, പുണ്യം. ഉം. അല്ല, ചേച്ചിയുടെ സങ്കല്പത്തിലുള്ള പോലത്തെ മരുമോളെ തന്നെയല്ലേ കിട്ടിയത്? നല്ല കുടുംബത്തിലെ നല്ല കൊച്ചല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? ആ, സങ്കല്പത്തിലുള്ള പോലെയൊക്കെ തന്നെയാ. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ ചേച്ചി പ്രശ്നം? അമ്മേ, 2 ആഴ്ച കഴിയുമ്പം എനിക്ക് ക്ലാസ് തുടങ്ങും. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ നാളെ ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയാലോ എന്ന് വിചാരിക്കുക. പിന്നെ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങേണ്ടി വരും. അത്രയും ദൂരം ഉള്ളതുകൊണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് ക്ലാസ് തുടങ്ങുവാണ്? ക്ലാസ് തുടങ്ങാനായി. കല്യാണം ഇപ്പൊ അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ ഇപ്പം പഠിക്കാൻ പോകണം. അപ്പൊ മോക്ക് പഠിക്കാൻ പോകണമെന്ന് നിർബന്ധമുണ്ടോ? മോളിപ്പോ പഠിച്ച് ജോലി വാങ്ങി സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട ഗതികേടൊന്നും ഇല്ല. അവനിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയും വരുമാനം ഉണ്ടല്ലോ. പിന്നെ കുറച്ച് പങ്ക് വരുമാനം ഉണ്ട്. പിന്നെ മോൾ എന്തിനാ ഈ പോയി കിടന്ന് കഷ്ടപ്പെടുന്നേ? എനിക്ക് എന്തായാലും പഠിക്കാൻ പോണം അമ്മേ. പഠിച്ചൊരു ജോലി വാങ്ങുവാണെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവരോ? ആരാ ഈ മറ്റുള്ളവര്? കെട്ടിയവരുടെ അമ്മയോടെ ഈ മറ്റുള്ളവര്? അതങ്ങനെ ചിന്തിക്കുന്നോണ്ടല്ലേ? മോളെ, ഞാനൊരു കാര്യം തുറന്നു പറയാം. നീ പഠിക്കാൻ പോകുന്നതിലൂടെ എനിക്ക് യാതൊരു വിധ താല്പര്യവും ഇല്ല. അല്ലമ്മേ, കല്യാണത്തിന് മുമ്പ് വീട്ടില് വാക്ക് പറഞ്ഞതല്ലേ പഠിപ്പിക്കാൻ എന്തായാലും വിടാന്ന്. എനിക്ക് ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ട് നടക്കുമെന്ന് ജാതകത്തിൽ കൊണ്ടാണ് ഇപ്പൊ കല്യാണം നടത്തിയത്. പഠിപ്പിക്കാൻ വിടാന്ന് പറഞ്ഞത് കൊണ്ടാ. അങ്ങനെ വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വാഗൊന്ന് പറയുന്നതല്ലേ. ഇതിപ്പം പഠിക്കാൻ പോകണ്ടെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. എനിക്ക് എന്തായാലും പഠിക്കാൻ പോണമേ. അല്ല ചേച്ചി, അപ്പൊ അതിനെ പഠിക്കാൻ വേണ്ടിട്ട് വിടണ്ടേ? നിങ്ങള് കല്യാണത്തിന് മുമ്പ് അവരോട് വാക്ക് പറഞ്ഞതല്ലേ പെണ്ണിനെ പഠിപ്പിക്കാൻ വിട്ടേക്കാന്ന്. ഇനിയിപ്പോ പറ്റിയെന്ന് പറയുന്നത് എങ്ങനെയാ? പഠിപ്പിക്കാൻ വിടാന്നൊക്കെ കല്യാണത്തിന് മുമ്പ് പറച്ചിലൊക്കെ പറഞ്ഞത് നേര് തന്നെയാ. ഇതിപ്പോ ചെറുക്കന്റെ കല്യാണം നടക്കണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്തോ പെണ്ണ് കാണാൻ പോയി. അയ്യോ, ഒന്നെങ്കിൽ ഒരു കാശിനും കൊള്ളിയല്ലാത്ത പെൺപിള്ളേര്. നല്ല പെൺപിള്ളേരാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിപ്പോവും. ഇവന്റെ ജാതകവുമായിട്ട് ചേരണ്ടേ? ഇതാണെങ്കിൽ നോക്കുമ്പോ 10 പൊരുത്തം. അപ്പം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. കല്യാണം എങ്ങനെയും ഒന്ന് നടക്കട്ടെ, 30 വയസ്സ് കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അങ്ങ് സമ്മതിച്ചതാ. അതിപ്പം പഠിക്കാൻ പോകണമെന്നും പറഞ്ഞോണ്ടാ. രാവിലെ മരുമോക്ക് ചോറും പൊതിയും ആക്കി കൊടുത്തു വിട്ട് പറഞ്ഞയക്കാൻ വേണ്ടി എനിക്ക് വട്ടല്ലേ. ഇവിടെ എന്റെ രണ്ടെണ്ണത്തിനെ പഠിക്കാൻ വിട്ട കാലമൊന്നും എനിക്ക് ഓർക്കാനും കൂടി വേണ്ട. രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും ആക്കി പെറുക്കി, അയ്യോ. അതല്ല ചേച്ചി, ആ കൊച്ചിനോട് പറഞ്ഞാ പോരെ? കുറച്ച് രാവിലെ ഏക്കണം, അടുക്കളയിലെ പണികളൊക്കെ അത്യാവശ്യം ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ കൊച്ചല്ലേ, അപ്പൊ അതിന്റെ ഒരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ വിളിച്ചങ്ങനെ ഏൽപ്പിച്ചാ പോരെ രാവിലെ? എന്തായാലും പഠിക്കാൻ വിടുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അത്ര ആഗ്രഹിച്ചതല്ലേ. എന്റെ പൊന്ന് തങ്കെ, പഠിക്കാൻ വിട്ടാലൊന്നും ശരിയായില്ല. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവിടുന്ന് രാവിലെ 8 മണിക്ക് പഠിക്കാൻ പോകേണ്ടത്. വീട്ടിലിരിക്കട്ടെ, അതാ നല്ലത്. കല്യാണത്തിന് മുമ്പ് നമ്മൾ അങ്ങനെ എന്തെല്ലാം പറയുന്നു. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? അമ്മയ്ക്ക് എന്തോ പഠിക്കാൻ പോകുന്നതിന് താല്പര്യമില്ലെന്നാ പറയുന്നത്. പഠിക്കാൻ പോകണ്ടെന്ന് തന്നെയാ അമ്മയുടെ അഭിപ്രായം. കല്യാണത്തിന് മുമ്പ് അമ്മ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പഠിക്കാൻ വിടാന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിച്ചത് തന്നെ. പഠിക്കാൻ പോകണം ഇത്ര നിർബന്ധം എന്നാ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ.
ഇതിനാണ് പറഞ്ഞ് പറ്റിച്ച് കിട്ടുക എന്ന് പറയുന്നത്. പറ്റിച്ച് കല്യാണം നടത്തുക കേട്ടിട്ടില്ലേ? ആ അത് ഓ, തന്നെ. ഇനി നിന്നെ അമ്മ വിട്ടാലും ഞാൻ നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ഫസ്റ്റ് ഇയറിലെ കംപ്ലീറ്റ് ഫീസും അടച്ച് അഡ്മിഷനും എടുത്ത് കല്യാണം കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പോകണ്ടാന്ന്. എന്തായാലും വീട്ടിലൊന്ന് വിളിച്ചു പറയാം. പഠിക്കാനുള്ള ചെലവ് മൊത്തം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. പോകാനുള്ള വണ്ടിക്കാശ് അടക്കം ഞങ്ങൾ മുടക്കിക്കോളാം. നിങ്ങളൊന്നും അറിയണ്ട. പഠിക്കാനൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി. ഇതിപ്പോ ഞാൻ സമ്മതം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിടാന്ന് വിചാരിച്ചാലും അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ വിടിയേലെന്ന് പറഞ്ഞാൽ വിടിയേല. ഒരു വാക്ക് അവൻ ഒറ്റ തവണയെ പറയത്തുള്ളൂ. പറഞ്ഞാ പറഞ്ഞതാ. ഇതിപ്പോ അത് മാത്രമല്ല, ഇവള് അവനോട് എന്തോ അഹങ്കാര വർത്താനം പറഞ്ഞിട്ടുണ്ട്. അതാ അവൻ ഇത്രയും ദേഷ്യം. ഇങ്ങനിപ്പോ അവനെ പറയുമ്പോ അവനോടൊരു നയത്തിലും മയത്തിലും ഒക്കെ വേണ്ടേ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അവനോട് എന്തോ അഹങ്കാരം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അവൻ ഇത്രയും ദേഷ്യം. ഇതിപ്പോ അവൻ പറയുന്നത് ഇപ്പോഴേ ഇത്ര അഹങ്കാരമാണെങ്കിൽ ജോലി കഴിഞ്ഞു കഴിയുമ്പോ ഇവളുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് അവൻ പറയുന്നത്. കുടുംബത്തിൽ സമാധാനം വേണ്ടേ? അല്ല, മോനോടെ ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്യാം. ഏ ഓ, വെറുതെ അവന്റെ അടുത്ത് പോയിട്ട് അവൻ പിന്നെ അമ്മയാണോ ഭാര്യയുടെ അമ്മയാണോ എന്ന് നോക്കിയല്ല. ഭയങ്കര ദേഷ്യക്കാരനാ. അവന്റെ അച്ഛനും അങ്ങനെ തന്നെയാ. എന്തെങ്കിലും മുഖത്ത് നോക്കി തറുതലയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഖമടിച്ച് പരത്തും. ഞാനൊന്നും അങ്ങനെയൊന്നും മനസ്സിലക്കേട് കാണിക്കുകയില്ലേ. എന്റെ കെട്ടിയവൻ എന്ത് പറയുന്നു അതായിരുന്നു എനിക്ക് വേദവാക്യം. എന്നെ വളർത്തിയത് അങ്ങനെയാ. അല്ലാണ്ട് ഞാനിപ്പോ എന്റെ ഇഷ്ടത്തിന് നടക്കുവല്ലായിരുന്നു. അമ്മ, ഞാനൊന്നും പറഞ്ഞില്ലമ്മേ. അവർക്ക് എന്നെ പഠിക്കാൻ വിടാൻ കഴിയൂല. അവരുടെ മോന്റെ കല്യാണം നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഡിമാൻഡൊക്കെ അംഗീകരിച്ച് കല്യാണം നടത്തിയത്. അല്ലാണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടല്ലമ്മേ. പിന്നെ നീയൊന്നും പറഞ്ഞില്ല. നീയൊന്നും പറയാഞ്ഞിട്ടാണോടി അവരത്ര എന്നോട് പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, നീ ഇനി പഠിക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. അടച്ച കാശങ്ങ് പോയിക്കോട്ടെ. അതങ്ങ് പോയിന്ന് വെച്ചേക്കാം. നീ എന്റെ ഭർത്താവ് എന്താണോ പറയുന്നത്, ഭർത്താവിന്റെ അമ്മ എന്താണോ പറയുന്നത്, അത് കേട്ടോളൂ. എന്തൊരു കഷ്ടം അമ്മേ. എനിക്ക് ജാതകത്തിലൊന്നും വിശ്വാസമില്ല. എന്നെ ഇപ്പൊ കെട്ടിക്കണ്ട, പഠിച്ചു കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ആവൊന്നും പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ പലർക്കും സംഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വാശി പിടിച്ചത്. എന്നിട്ട് ഇപ്പൊ അമ്മ എന്നെ കൈ ഒഴിയുവാണോ? എനിക്കൊന്നും പറയാനില്ല. ഞാനെന്താ പറയേണ്ടത്? കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇനിയിപ്പോ ഞാനല്ല നിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ അമ്മയും ഒക്കെയാ. രണ്ടും ഇതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല. ഞാൻ വന്ന് സംസാരിച്ചു നോക്കി. അവര് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇപ്പൊ കൂട്ടുകാരുടെ കല്യാണത്തിനൊന്നും പോകണ്ട. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ പൊന്നു ചേട്ടാ, അങ്ങനെ പറയരുത്. അവൾ എന്റെ അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ്. അംഗൻവാടി മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒരാഴ്ച മുമ്പേ എന്നോട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകാൻ എനിക്ക് എന്തായാലും പറ്റൂലല്ലോ. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ. പോകല്ലേന്ന് പറയരുത്. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എന്നോട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് പുതിയ ഡ്രസ്സോ ഒന്നും വേണ്ട. ഞാൻ ഉള്ളതൊക്കെ ഇട്ടോട്ട് പോയിക്കോളാം. നിങ്ങളൊന്ന് വിട്ടാ മതി. നിനക്കെന്നാ പറഞ്ഞാൽ മനസ്സിലായല്ലേ? ഞാൻ ഒരു കാര്യം ഒരു തവണയേ പറയുള്ളൂ. ഞാൻ ദീപയോട് എന്തു പറയും? അവരിന്ന് ദേഷ്യം പിടിച്ചിട്ടല്ലേ പോയത്? നിന്നോടൊക്കെ വഴക്കുണ്ടാക്കുന്ന ഒച്ച കേട്ടല്ലോ. പിന്നും അവനെ വെറുതെ ഈ കരി കയറ്റി എന്തിനാ നീയെ? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ഒന്നും പറയാനും നിന്നിട്ടില്ല. നീ ഒന്നും പറഞ്ഞില്ല. അവരൊറ്റയ്ക്ക് വേണ്ട ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ എടുത്തിട്ടുണ്ട്. അതിന്റെ ലോൺ അടയ്ക്കണം. നിന്റെ കൊച്ചിന്റെ കാര്യം നോക്കണം. വീട്ടു ചെലവ് നോക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ആ ചെറുക്കൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പൊ നീ ഒന്ന് അവൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും. നീ ഇങ്ങനെ ഓരോ നീ കൂടാന്ന് പറഞ്ഞ് ഏത് നേരം നിന്റെ ഓരോ ആവശ്യങ്ങൾ പറയാതെ കുറച്ചൊക്കെ ഒന്ന് പിശുക്കി ജീവിക്കാൻ പഠിക്കും. ഞാൻ എന്താവശ്യം അമ്മ പറയുന്നത്? ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് എത്ര നാളായി. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്തെങ്കിലും ആവശ്യം പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിന്റെ ആവശ്യങ്ങളാ. അതിപ്പം വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വേലയും കൂലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കേ ഈ പുറത്തു പോയി പണിയെടുക്കുന്നവരുടെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലായില്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരുടെ എല്ലാം ഇപ്പൊ കെട്ടി വന്ന പിള്ളേർക്കും എല്ലാ പെൺപിള്ളേർക്കും ജോലിയുണ്ട്. എല്ലാവരും രാവിലെ ജോലിക്ക് പോയി കുടുംബത്ത് ഭർത്താവിനെ സഹായിക്കുവാണ്. ഇവിടെ മാത്രം എന്റെ മോൻ മാത്രം കഷ്ടപ്പെടുവാണ് ഒറ്റയ്ക്ക് കിടന്നിട്ട്. ഈ കൊച്ചിന്റെ ആവശ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിന് ഈ വില കൂടിയ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടാതെ കുറച്ച് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കും. ഒരാൾ ഒറ്റയ്ക്ക് കിടന്ന് ഓടാനുള്ളതെന്ന് ചിന്തിക്കും. ചേർക്കാൻ കിടന്ന് കഷ്ടപ്പെടുവാണ്. കഷ്ടപ്പാട് കാണിക്കുന്നത് സഹിക്കാൻ പറ്റിയ. അയ്യോ, നീ എന്താടി ഒറ്റയ്ക്ക് വന്നത്? നിന്റെ ഹസ്ബൻഡിനെ കൂടെ കൂട്ടായിരുന്നല്ലേ? എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ. ലീവ് ഇല്ലാത്തോണ്ടാടി. കല്യാണത്തിന് കുറെ ദിവസം മുമ്പേ ലീവ് എടുത്തതാ. ഇനിയിപ്പോ ലീവ് എടുക്കാൻ പറ്റൂല. എന്നോട് പോയിട്ട് നിന്നെ കണ്ടിട്ട് വാന്ന് പറഞ്ഞു. നീ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞ മോശമാണല്ലോ നിന്റെ അവസ്ഥ.
നിന്റെ അമ്മായിയമ്മയോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഓഹ്, എന്തൊരു സാധനം അവര്. നീ എങ്ങനെ ഇത്രയും കാലം ഇവരുടെ കൂടെ ജീവിച്ചത്? എങ്ങനെ പാറി പറന്ന് നടന്നതാ നീ. ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുവാ. ഒരു നശിച്ച ജാതകത്തിന്റെ പേരും പറഞ്ഞ് പഠിക്കാൻ വേണ്ടിട്ട് കൊണ്ട് ചേർത്ത പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചിട്ട് ഇപ്പൊ നിന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയണ്ടല്ലോ. അവര് നൈസായിട്ട് അങ്ങ് കൈ ഒഴിഞ്ഞു. ഇതിനാ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ട് ബാധ്യത ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഹുഫ്, നിനക്ക് പരിചയമുള്ള ഞാൻ എപ്പോഴേ മരിച്ചു. ഈ നിൽക്കുന്നതേ ശവവാ, ജീവനുള്ള ശവം. നീ വിഷമിക്കണ്ട. നിന്റെ അവസ്ഥയൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. നിനക്ക് അവരുടെ ഓഫീസിൽ ഒരു ജോലി ശരിയാക്കി തരാന്നാ പറയുന്നത്. പക്ഷെ നിന്നെ ഇവിടെ നിന്റെ കെട്ടിയൊരു അമ്മായിയമ്മയെ ജോലിക്ക് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും പറഞ്ഞു നോക്ക്. സമ്മതിച്ചില്ലെങ്കിൽ നീ ധൈര്യമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ. അതാ നല്ലത്. നീ ഇങ്ങനെ നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ അഭിമാനം നഷ്ടപ്പെടുത്തി ഇവിടെ ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാടി. പിന്നെ നിന്റെ കൊച്ചിനെയും കൂട്ടിയിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ഒരു പെങ്കൊച്ചല്ലേ, നിന്റെ കൂടെ തന്നെ വളരട്ടെ. പിന്നെ അവള് തീരുമാനിക്കട്ടെ ആര് വേണമെന്ന്. ഇവരോട് പറഞ്ഞു നോക്ക് ജോലിയുടെ കാര്യം. എന്തായാലും ഇവിടുന്ന് പോയി വരാൻ പറ്റുന്ന ദൂരം അല്ലാത്തതുകൊണ്ട് ഇവരെന്തായാലും സമ്മതിക്കൂല. നിന്നെ വിട്ടിട്ട് പണിയെടുപ്പിക്കണല്ലോ. അതുകൊണ്ടിട്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു കാര്യം കൂടിയാ. അവസാനം ഞാൻ നിന്റെ വിവാഹ ജീവിതം കളഞ്ഞു, നിന്റെ ദാമ്പത്യം ഞാൻ തകർത്തു എന്നൊന്നും പറയാൻ നിൽക്കരുത്. അതുകൊണ്ടിട്ട് നീ നല്ലോണം ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി കേട്ടോ. ഉം ആ എടാ മോനെ, അവളിപ്പോ ഇവിടുന്ന് പോയിട്ട് 2 മാസം 2.5 മാസത്തോളം ആയില്ലേ. ഉഫ്, ഞാനാണെങ്കിൽ അവളോട് പോകാൻ നേരത്ത് ഇറങ്ങി പോവാണെ മേലെ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ഓർത്ത് 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോന്നോളൂന്ന്. ഇതിപ്പോ ഇത്രയും നാളായില്ലേ. ഒരു കാര്യം ചെയ്യണം മോനെ, നീ ഒന്ന് ചെന്നിട്ട് മാപ്പും പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോവാം. എന്നാ ചെയ്യാൻ വേണ്ടിട്ട് നിനക്ക് 10-35 വയസ്സായില്ലേടെ തീർക്കാം. നിന്റെ ജീവിതവും പോകും. അമ്മ ഒറ്റ ഒരാൾ കാരണമല്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ പഠിപ്പിക്കാൻ വിടാതിരുന്നേ. അവൾ പഠിച്ച് ജോലിയാക്കുമായിരുന്നെങ്കിൽ എനിക്കതൊരു സഹായമാകില്ലായിരുന്നോ? എല്ലാം അമ്മ കാരണം. എടാ, ഇതിപ്പോ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോടെ ചെറുക്കാം. അപ്പൊ അവളുടെ കൂട്ടുകാരി വന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അവൾക്ക് ജോലിയും ആക്കി. പിന്നെ ചെയ്യാൻ വേണ്ടിട്ടാ. നല്ല ശമ്പളമൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേൾക്കുന്നത്. ഉഫ്, മണ്ടത്തരമായി പോയി. എന്തായാലും ഞാൻ വിളിക്കാൻ പോയില്ല. അമ്മ മാപ്പ് പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നോളുക. എൻ്റെ ജീവിതം തകർത്തപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ.